തരനിന്ന തന തരനിന്ന സാധനം അകത്തുണ്ട്, പക്ഷെ ഇതെങ്ങനെ പൊക്കും? ശിവ ശിവ, എന്താണ് ഈ കാണുന്നത്? ഏട്ടത്തിരി മനസ്സ് പൂജമുറിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കേ. എന്താ പരിപാടി? പിന്നെ ഇത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പൂജാമുറിയാ. പൂജമുറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് നോക്കിയപ്പോഴേ എന്തോ ഒരു ലക്ഷണക്കേട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ മനസ്സിലായെന്ന് വെച്ചാല് തന്റെ ആ വിളക്ക് അങ്ങനെ ഇരിക്കുന്നത്. നല്ല ഐശ്വര്യല്ലേ? അല്ല, അത് അസ്ഥാനത്തിരിക്കുക. വിളക്ക് അങ്ങനല്ല. ഈ മുറിയിലെ പറ്റിയ വിളക്കല്ല. നിലവിളക്ക് ഓരോ പൂജാമുറിക്ക് ഓരോ ഇനം വിളക്കുകൾ വേണം. എത്ര ലക്ഷക്കേടാണെങ്കിലും ഞാനങ്ങ് സഹിച്ചു. ഈ വിളക്കേ എനിക്ക് അച്ഛൻ തന്ന വിളക്കാണ്, മനസ്സിലായ? അല്ല, അച്ഛൻ തന്നാണെങ്കിലും നമ്മള് ഒരു പൂജാമുറി അസ്ഥാനത്തൊന്നും കൊണ്ട് വെക്കരുത് നിങ്ങളെ. ഒരു കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. അച്ഛൻ തന്ന വിളക്കായതുകൊണ്ട് തന്നെ എനിക്കത് അച്ഛന്റെ പ്രസൻസ് പോലെയാണ്. അത് അവിടെ ഇരുന്നിട്ട് ഞാൻ ദിവസം രാവിലെ എന്ത് ചെയ്യുന്നറിയോ, വിളക്ക് കൊടുത്ത് തൊഴുതിന് ശേഷം ഈ വിളക്കിനൊന്ന് നമസ്കരിക്കും. അതായത് അച്ഛനെ നമസ്കരിക്കുന്ന ഫീലാണ് എനിക്ക്. അല്ല, അതിന് നീ വല്ലപ്പോഴും വീട്ടിൽ ചെന്ന് അച്ഛനെ ശരിക്കും നമസ്കരിച്ചാ പോരാ? അത് ഞാൻ വേറെ നമസ്കരിക്കുന്നുണ്ടല്ലോ, ഇത് ഞാൻ ഇവിടെ നമസ്കരിച്ചോളാം. ലക്ഷണക്കേട്? എന്തോ ലക്ഷണക്കേട്? ഒരു ലക്ഷണക്കേടില്ല, നല്ല വിളക്കില്ല. അല്ല, എനിക്ക് വാസ്തു ഒക്കെ ഒരു പരിധി വരെ അറിയാവേ. വാസ്തു അത് കുഴപ്പമില്ല. ഞാനിവിടെ വാസ്തു വിദഗ്ധനെ കൊണ്ടുവച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആരും പറഞ്ഞില്ലല്ലോ. എന്തോന്നു? ഇനിയിപ്പോ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മോഷണം. മോഷണോ? അല്ലല്ല, ഇത് ഈ ലക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാ. നീ എന്താ കേട്ടത്? മോഷണം? അയ്യോ, അതല്ല പറഞ്ഞത്, ലക്ഷണം എന്നാ ഞാൻ പറഞ്ഞത്. ലക്ഷണം എന്നാണല്ലേ? ക്ഷണം 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 എന്നുണ്ടല്ലോ. നിനക്ക് എന്തോ കേൾവിക്ക് കുറവുണ്ട്. സത്യം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മാറി മാറി കേൾക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ശരി. എന്താ ഭഗവാനെ, ഇനി ഞാൻ എന്ത് ചെയ്യും? അളിയൻ ഓരോ കാര്യങ്ങളുണ്ടാക്കിക്കൊണ്ട് വരും.